നമസ്കാരം, സുഖല്ല എല്ലാവർക്കും. ഇന്ന് നമുക്ക് പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കാം. സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി. അത് വളരെ പെട്ടെന്ന് പണി തീരും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു പാവയ്ക്കയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ പാവയ്ക്കയെ നമുക്ക് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. പാവയ്ക്ക ഇവിടെ റൗണ്ടിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് വറുത്തെടുക്കണം. പാവയ്ക്ക വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പം ഇതിന് നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. പാവയ്ക്ക കളറ് മാറിയിട്ടുണ്ട്. ഇതിനെ കോരി മാറ്റാം. ബാക്കിയുള്ള പാവയ്ക്കും ഇതുപോലെ വറുത്തെടുക്കണം. പാവയ്ക്ക ഇവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൈരാണ് വേണ്ടത്. 1/4 ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട്. ആ തൈരിലേക്ക് ഒരു 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഈ തൈരിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക കൈ കൊണ്ടൊന്നിങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചിടാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 2-3 വറ്റൽമുളക്, 2 കറിവേപ്പില. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി. അത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, ടേസ്റ്റിയുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത റെസിപ്പിയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.